എൻ്റെ ചോദ്യമേ ഈ ഹയർ ചോദ്യങ്ങളോട് ചോദിക്കാനുള്ളൂ. എന്തുകൊണ്ടാണ് നിങ്ങളുടെ വീഡിയോകൾ ഡിലീറ്റ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് കമ്പനി തന്നെ ആഹ്വാനം ചെയ്തത് നിങ്ങളുടെ വീഡിയോകളിൽ നമ്മുടെ പേരുണ്ടാവാൻ പാടില്ല, എത്ര പൈസയാണ് നിങ്ങൾ വാങ്ങിയത് എന്ന് ഉണ്ടാവാൻ പാടില്ല എന്ന്? എന്തുകൊണ്ട് കമ്പനി മുൻകൂട്ടി നിങ്ങളെ അറിയിച്ചു? അന്നമ്മയാണ് കുഞ്ഞമ്മയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കിയ വീഡിയോകളടക്കം എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ടു? എന്തുകൊണ്ട് കോടിപതിയായി, ഞാൻ കാറ് വാങ്ങി, ഞാൻ ബംഗ്ലാവ് വാങ്ങി എന്നൊക്കെയുള്ള വീഡിയോകൾ എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ടു? ഈ കമ്പനി നിയമപരമാണെങ്കിൽ, നിങ്ങൾ വാങ്ങിയ കാശൊക്കെ നിയമാനുസൃതമാണെങ്കിൽ ആരെയാണ് നിങ്ങൾ ഭയക്കുന്നത്? ഇതൊക്കെ നിങ്ങൾ ഡിലീറ്റ് ചെയ്തത്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കോടതിയിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇതൊക്കെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ തട്ടിപ്പാണ്, മറ്റുള്ള ഏജൻസി കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വരും എന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. നിങ്ങൾ വാങ്ങിയ 1 രൂപ പോലും നിയമാനുസൃതമല്ല, അത് മണി ചെയിൻ്റെ പങ്കാണ് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാ വീഡിയോകളും ഡിലീറ്റ് ചെയ്തത്. ഏതെങ്കിലും ഒരു വീഡിയോ ഉണ്ടോ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യാതിരുന്നിട്ട്? 800-ലധികം വീഡിയോ ആണ് എനിക്ക് തോന്നുന്നു ജിനിൽ ജോസഫ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. 4 കോടിയുടെ ടോക്കൺ എടുത്തവൻ എന്തുകൊണ്ട് വീഡിയോ ഡിലീറ്റ് ചെയ്തു? അതുപോലെ തന്നെ പിന്നെ ഹൈറിച്ചിൻ്റെ മറ്റ് ഓഫീസ് സന്ദർശനം, അങ്ങനെ പല വീഡിയോകളും എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്തു? നിങ്ങൾക്ക് കാണിക്കാൻ ഒന്നുമില്ല, ഈ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പോലും ഇല്ല, ഈ കമ്പനിക്ക് നിയമാനുസൃതമായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. അപ്പോൾ കുറച്ചു കാലം കുറച്ച് പേരെ പറ്റിച്ചുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ സമ്പാദിച്ചതാണ്. അപ്പോൾ ഇതൊന്നും ആരും അറിയരുത്, ഇനി ആരും അറിയരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ആ വീഡിയോകളൊക്കെ ഡിലീറ്റ് ചെയ്യാനുള്ള ആഹ്വാനം കൊടുത്തത്, സ്വമേധയാ ഡിലീറ്റ് ചെയ്തത്. ഫേസ്ബുക്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നു, യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നു, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നു. ചിലരൊക്കെ ഇതൊക്കെ മറന്നിട്ട് ഇങ്ങനെ ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പൈസയെ വാങ്ങിയിട്ടില്ല എന്ന് നടിച്ചുകൊണ്ട് റീൽസ് ഇടുകയാണ്, നിരന്തരം റീൽസ് ഇടുകയാണ്. കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച ആളാണ് റീൽസ് ഇടുന്നത്. എന്തുകൊണ്ട്? അവർക്ക് ഈ ഒരു പാപം മറക്കണം, ഈ തട്ടിപ്പ് അവർക്ക് മറക്കണം. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നവർ നെഗറ്റീവ്, എങ്ങനെയാണ് നെഗറ്റീവ്? ഇതിനെക്കുറിച്ച് അറിയുന്നവരാണ് അവരൊന്നും നെഗറ്റീവ് അല്ല, ഇതിൻ്റെ യാഥാർത്ഥ്യം പറയുന്നവരാണ്. അപ്പോൾ ഇത് പിന്നെ വേറൊരു തലത്തിലുള്ള ഒരു ഇതുണ്ട്. ഈ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ആത്മഹത്യ ചെയ്യുമെന്ന്. ഇതൊക്കെ സത്യങ്ങളല്ലേ? ഇത് എന്തായാലും വൈകിയാണെങ്കിലും അവർ അറിയില്ലേ? അപ്പോൾ അതിന് വേണ്ടത് പ്രതിവിധിയല്ലേ? നിയമാനുസൃതമായ പ്രതിവിധിയല്ലേ നമ്മൾ പറയുന്നുള്ളൂ. ആരെങ്കിലും കൊല്ലണമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളല്ലല്ലോ, പിന്നെ കൊട്ടേഷൻ കൊടുക്കണമെന്നോ എന്നൊക്കെയുള്ള കാര്യങ്ങളല്ലല്ലോ നമ്മൾ പറയുന്നത്. കേന്ദ്ര ഏജൻസിയും കേരളത്തിലെ പോലീസും അന്വേഷിക്കുകയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ, ഇത്തരം തട്ടിപ്പുകൾ അവരുടെ മുന്നിലേക്ക് എത്തണം. എന്നാൽ മാത്രമേ ഈ ഫ്രീസ് ചെയ്ത പണം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇവരെന്താണ് ഇപ്പോഴും പറയുന്നത്? നിങ്ങൾ പോവരുത്, പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും എന്നാണ് ഇവർ പറയുന്നത്. എന്തിനാണ് വലിയ വലിയ ലീഡർമാരൊക്കെ കേസിന് പോകുന്നത്? ചെറിയ ചെറിയ ലീഡർമാരോട് കേസിന് പോവരുത് എന്ന് പറയുന്നത്? ഇതൊക്കെ മനസ്സിലാക്കിയ എത്രയോ വലിയ വലിയ ലീഡർമാർ കേസിന് പോയി കഴിഞ്ഞിട്ടുമുണ്ട്. അവർ ലഭിച്ചതിനേക്കാൾ വലിയ തുക അവർ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ കേസിന് പോയിട്ടുണ്ട്. മനസ്സിലാക്കുക, അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ ലീഡർമാരെ ഒരുപാട് തട്ടിപ്പുകൾ ഇതുപോലെ MLM, മറ്റ് മണി ചെയിൻ എല്ലാം ചെയ്ത് ഇങ്ങനെ ജീവിതം തള്ളി നീക്കുന്ന ഇവർ പറയുന്ന വാക്കുകൾ കേട്ട് വിശ്വസിക്കുകയാണ്.